ചിക്കൻ പെരട്ട് അഥവാ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിക്കൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പൊടികളെല്ലാം ഒരു വലിയ താലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കാം. ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ പീസസ് അതിലേക്കിട്ട് പെരട്ടി എടുക്കണം. ഇനി അതിലേക്ക് ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ ചിക്കനിലേക്ക് അരപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കും. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഉലുവ ഇട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി വഴറ്റിയെടുക്കണം. ചെറുതായി കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് ഓർമ്മ വേണം. തേങ്ങാക്കൊത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റണം. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. സവാളയ്ക്ക് ചെറിയ കളർ ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. സവാള വാടിയാൽ മാത്രം പോരാ, ചെറിയ കളർ ചേഞ്ച് വരിക തന്നെ വേണം. ഇതേമാതിരി ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. ചെറിയ തീയിൽ സാവകാശമാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് ഇതേമാതിരി ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു 4 പ്രാവശ്യമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ പാകത്തിന് കുക്കായിട്ടുണ്ടാവും. ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയിലും ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന ജ്യൂസിലും കിടന്നാണ് ഇത് വേകേണ്ടത്. ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഈ കറിക്ക് ആ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ വരട്ടി 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 തന്നെയാണ് ഇത് പാകമാക്കി എടുക്കേണ്ടത്. അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് അത് അവിടെ ഇരുന്ന് വേകട്ടെ. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം പഴയതുപോലെ തന്നെ അടച്ചു വെക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചിക്കൻ പീസസ് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. തീരെ ചെറുതായിട്ടും കട്ട് ചെയ്യാൻ പാടില്ല. മീഡിയം പീസസ് ആയിരിക്കണം. വലിയ പീസസ് ആക്കുവാണെങ്കിൽ കറിക്ക് ടേസ്റ്റും കാണില്ല, അത് വേകാനും ഒരുപാട് സമയമെടുക്കും. ഈ ചിക്കൻ പെരട്ടിനോടൊപ്പം എന്ത് വേണമെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനുമൊക്കെ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. ചിക്കൻ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഓപ്പൺ ചെയ്തു. കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ പീസസ് ഉടഞ്ഞു പോകാതെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതേമാതിരി ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പീസസിലേക്ക് അരപ്പൊക്കെ നല്ലതുപോലെ കോട്ട് ചെയ്ത് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ വരട്ടിയത് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.